മലപ്പട്ടം പഞ്ചായത്തിലെ അടൂവാപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് ആക്രമിച്ചതായി പരാതി. ഇന്നലെ രാത്രി 7:30 യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി PR സനീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന് സമീപത്തായി അടൂവാപുരം ജംഗ്ഷനിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപവും കോൺഗ്രസ് കൊടിമരവും തകർത്തു. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വീടിന്റെ സൈഡ് വശം കൂടി എത്തിയ അക്രമി സംഘം ഹെൽമറ്റ് ധരിച്ചിരുന്നതായും സനീഷ് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 7 മണിയോടുകൂടി ഇവിടുത്തെ CPM-ന്റെ പ്രാദേശിക നേതൃത്വം ഇവിടെ വരികയും എൻ്റെ വീടിന് തൊട്ട് മുമ്പിലായിട്ടുള്ള ഗാന്ധി സ്തൂപത്തിന്റെ അവിടെ നിൽക്കുകയും ആ ഗാന്ധി സ്തൂപം വലിയ രീതിയിൽ കമ്പിപ്പാര ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ കുത്തിപ്പൊളിക്കുകയും അതിനെ നോക്കുന്നതിന് വേണ്ടി ഞാൻ മുമ്പിലോട്ട് പോവുകയും എന്നെ തെറിവിളിച്ചുകൊണ്ട് കല്ലുകൾ പൊറുക്കിയെറിയുകയാണ് ചെയ്തത്. കുറച്ച് CPM-ന്റെ പ്രാദേശിക നേതാക്കൾ എൻ്റെ വീടിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുറച്ച് പ്രാദേശിക നേതാക്കളാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഒപ്പം വീട്ടിൽ നിന്ന് ഭാര്യയും മകളും കരയുന്നത് കണ്ടപ്പോഴാണ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരികയും അവിടുന്ന് വീട്ടിന് ഇറയത്തിരുന്ന എന്നെയും എൻ്റെ മകളെയും ഒരു സൈഡിലൂടെ വന്ന് 2 പേർ പ്രാദേശിക നേതാക്കൾ കല്ലുകൊണ്ട് എറിയുകയായിരുന്നു. കല്ല് ഇഷ്ടിക ഉപയോഗിച്ചാണ് എറിഞ്ഞത്. എന്തോ ദൈവഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് അത്രയും എൻ്റെ മകളുടെ ഭാഗ്യമോ അല്ല എൻ്റെ ഭാഗ്യമോ എന്നറിയില്ല, എന്തോ ദൈവഭാഗ്യത്തിനാണ് എൻ്റെ മകളുടെ നെഞ്ചത്ത് ആ ഒരു ഇഷ്ടികയുടെ കല്ല് വീഴാതിരുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ CPM-ന്റെ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ മലപ്പുറത്തെ CPM-ന്റെ അക്രമ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ രാത്രിക്ക് 7 മണിക്ക് ശേഷമാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റും, അത് സോഷ്യൽ മീഡിയയിലാവട്ടെ മറ്റു രീതിയിലാവട്ടെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ തീർക്കുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മലപ്പുറത്തെ ഒരുപാട് അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും അഴിമതിക്കെതിരെയും കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായതിനാൽ അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഈ ഒരു ആക്രമണം നടന്നത്. ഒരു ഗാന്ധി സ്തൂപം 3 മാസ കാലയളവിലായി ഈ അടൂവാപുരത്ത് ഒരു ഗാന്ധി സ്തൂപം സ്ഥാപിച്ചിട്ട് ആ ഗാന്ധി സ്തൂപം ഇവരെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ ഗാന്ധി സ്തൂപം തകർത്തത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ വീട് ആക്രമിക്കുന്നത്? ഇവർക്കൊരു കൊടി കണ്ടാൽ അല്ലെങ്കിൽ ഇവർക്കൊരു ഗാന്ധിയുടെ സ്തൂപം കണ്ടാൽ അത് കുത്തിപ്പൊളിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിക്കുന്നത് ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യും. എനിക്ക് എൻ്റെ നാട്ടുകാരോട് ബഹുമാനമേ ഉള്ളൂ. ഇവിടുത്തെ പ്രാദേശിക നേതാക്കളോട് എനിക്ക് ഒരു വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള അക്രമ രാഷ്ട്രീയത്തെ തികച്ചും എതിർക്കും. വീടിന് നേരെ ഇഷ്ടിക ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. രാഷ്ട്രീയ സംഘർഷങ്ങളോ മറ്റോ ഒന്നും ഇല്ലാത്ത പ്രദേശമായിരുന്നു അടൂവാപുരം. തകർക്കപ്പെട്ട ഗാന്ധി സ്തൂപത്തിന്റെ അവശിഷ്ടങ്ങൾ തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ട്. പിന്നീട് പ്രകടനമായി വധഭീഷണി മുഴക്കിയതായും സനീഷ് പറയുന്നു. ഇന്നലെ കണ്ണൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച കലക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷമാണ് ആക്രമണം നടന്നത്. സൗണ്ട് കേട്ടപ്പോഴാണ് പുറത്തോട്ട് വന്നത്. അപ്പൊ കല്ലിങ്ങനെ ഇവിടത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു 7:30 ആയിട്ടുണ്ടാവും സംഭവം നടക്കുമ്പോൾ. പിന്നെ ഒച്ച കേട്ടപ്പോ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഉള്ളിലേക്ക് പോവാണ് ചെയ്തത്. ഇവിടുത്തെ ഒരു DYFI നേതാവ് അദ്ദേഹത്തെ തന്നെ എന്നോട് വിശേഷിപ്പിച്ചത് ബ്ലോക്ക് സെക്രട്ടറി എന്നാണ്, DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി എന്നാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും കൂടിയായ ഒരു ഷിനോച്ച് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്നലെ എനിക്ക് ഫോൺ ചെയ്യുകയുണ്ടായി. അദ്ദേഹം DYFIയുടെ മെമ്പറാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നത്, നിന്റെ വീട്ടിന് നീയാണ് കല്ലെറിഞ്ഞത്, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും എന്നുള്ളത് നിനക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയെ ചീത്ത വിളിക്കുന്നു, എൻ്റെ ഭാര്യയെ ചീത്ത വിളിക്കുന്നു. ഇവരുടെ സംസ്കാരം എന്താണ്? ഇവരൊരു DYFI സംഘടനയല്ലേ നയിക്കേണ്ടത്? ഈ സംഘടനയെ നയിക്കേണ്ട ഇവർ ഇതുമാതിരിയുള്ള ചീത്തകളാണ് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. മെസ്സേജ് അയക്കല്ല, ഫോൺ വിളിച്ചിട്ട് വ്യക്തമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും തെറ്റായ ഒരു സംഘടന ഇവരെന്താണ് പഠിപ്പിക്കുന്നത്, ഈ സംഘടന എന്താണ് ഇവരെ പഠിപ്പിക്കുന്നത് എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇങ്ങനെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ DYFI നേതാവിന്റെ കോൾ കൃത്യമായ രീതിയിൽ പോലീസ് ആവശ്യത്തിന് വിട്ടുകൊടുക്കുന്നതായിരിക്കും. രാത്രി പ്രദേശത്ത് മയിൽ പോലീസ് എത്തി സംഘർഷ സാധ്യത ഒഴിവാക്കുകയായിരുന്നു.